സോംസർ എന്ന ഗ്രാമം തന്റെ ഭംഗിക്കും പിന്നെ തന്റെ സഹോദരത്വത്തിനും ഭംഗിയുള്ള ഗ്രാമമാണ്. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷേ അമാവാസ്യ രാത്രി അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു. ആ ഗ്രാമത്തിന്റെ മലയിന് മുകളിൽ എന്തോ ഒരു തുയരമായ ഒരു കാര്യങ്ങൾ സംഭവിച്ചു. വൈകുന്നേര ശേഷവും ഇടിയും കാറ്റുമായിരുന്നു. ഇരുടാവുന്നവരെ പുയലും കാറ്റും അടിച്ചുകൊണ്ടിരുന്നു. എന്താ ഇത്, ചുഴലിക്കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ടല്ലോ? എനിക്ക് തോന്നുന്നു വലിയൊരു മഴ വരാൻ പോകുന്നു തോന്നുന്നു. അങ്ങനൊന്നും പറയില്ല ചേട്ടാ, ഭയങ്കര മഴയിട്ട് പെയ്താൽ പിന്നെ നമ്മളെ പയറുകളൊക്കെ നാശമായി പോവും. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ഈ കാര്യങ്ങൾ വിചാരിച്ചിട്ട് വല്ലാതെ സങ്കടത്തിലായിരുന്നു. എന്തിനവർ പേടിച്ചോ അതുപോലെ തന്നെ സംഭവിച്ചു. രാത്രി ആവുന്തോറും വലിയൊരു മഴയായിരുന്നു പെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറെ നേരമായിട്ട് ചുഴലിക്കാറ്റും ഇടിയും മഴയും തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് രാത്രി മുഴുവനും ഗ്രാമത്തിലെ ജനങ്ങൾ ആരും ഉറങ്ങിയിട്ടേയില്ല. ആ പുയൽക്കാറ്റിൽ വീടുകളൊക്കെ നാശാവാൻ തുടങ്ങി. പിന്നെ അവർ എന്തൊക്കെ പയറുകൾ വിതച്ചോ അതൊക്കെ അവർ വിചാരിച്ച പോലെ നാശമായി പോയി ഈ മഴയിൽ. അടുത്ത ദിവസം ഈ ചുഴലിക്കാറ്റ് മഴയൊക്കെ നിന്നുപോയി. ഇപ്പോഴാ ഗ്രാമജനങ്ങൾക്ക് ഒതുങ്ങി നിൽക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലായിരുന്നു. ചില ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും ചേർന്നിട്ട് സേട്ടിന്റെ വീട്ടിലേക്ക് പോയി. സേട്ജി, ഇന്നലെ അടിച്ച ചുഴലിക്കാറ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. ഞങ്ങളുടെ പയറുകളൊക്കെ നാശമായിട്ട് പോയി. പിന്നെ കുറെ നഷ്ടങ്ങൾ ഞങ്ങൾക്ക് ഏർപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾ പട്ടിണിയോടെ മരിച്ചു പോകുന്നു തോന്നുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാനുള്ളതുവരെ എൻ്റെ ഗ്രാമജനങ്ങളെ ഞാൻ പശുപട്ടിണിയില്ലായിട്ട് വിടില്ല. ഇത് കേട്ട ഉടനെ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ വല്ലാതെ സന്തോഷത്തിലായിരുന്നു. പിന്നെ സേട്ജി തൻ്റെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു, വേഗം തന്നെ ഈ ഗ്രാമജനങ്ങളൊക്കെ പച്ചക്കറികൾ എത്തിക്കാനുള്ള കാര്യം ചെയ്യൂ. ഒരു പക്ഷേ നഗരത്തിൽ പോയി വാങ്ങണമെന്നെങ്കിലും കുഴപ്പമില്ല. അതിനുവേണ്ടി നമ്മൾ പിൻവാങ്ങാനും പാടില്ല. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചെയ്യാം. അതിനുശേഷം ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നല്ല വിശ്വാസം കൊടുത്തിരുന്നു നമ്മുടെ സേട്ജി. പിന്നെ അതിനുശേഷം അവരൊക്കെ എല്ലാവരും സന്തോഷത്തോടെ തിരിച്ചു പോവുമായിരുന്നു. അവർ പോയതിനു ശേഷം സേട്ജി അവരുടെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു, അടുത്ത ഗ്രാമത്തിലുള്ള ജനങ്ങളോട് ചോദിച്ചു നോക്ക്, അവരെ കൊണ്ട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടുള്ള ഗ്രാമത്തിലെടുത്ത് പോയി നമ്മൾ സംസാരിക്കാനുണ്ട്. പക്ഷേ സേട്ജി, അവർ നമുക്ക് മുമ്പ് തന്നെ അധിക വിലയിലാണ് പച്ചക്കറി തരാറുള്ളത്. പിന്നെ നിങ്ങൾ അത് കൊണ്ടുവന്ന് ഗ്രാമത്തിൽ എത്ര വിലയ്ക്കാണ് വിൽക്കാൻ പോകുന്നത്? ഗ്രാമത്തിലെ ജനങ്ങളെ പറ്റി നമുക്ക് പിന്നെ ആലോചിക്കാം. കൃഷിക്കാരൊക്കെ ഇന്നാണോ നാളെയാണോ ജീവനോട് നിൽക്കുകയാണ്. അവരെ പറ്റി ആലോചിക്കണം നമുക്ക് കണക്കേ ഇല്ല. ആദ്യം എൻ്റെ വീട് പിന്നെ എൻ്റെ കുടുംബക്കാരനെ രക്ഷിക്കാനാണ് ഞാൻ നോക്കാൻ പോകുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇവിടെയുള്ള ഗ്രാമജനങ്ങൾക്ക് ഞാൻ അധിക വിലയിൽ വിൽക്കും. അന്ന് രാത്രി ഏത് മാർക്കറ്റ് അഴിഞ്ഞുപോയോ അന്ന് ആ മാർക്കറ്റ് മുമ്പ് ഒരു പെണ്ണുണ്ടായിരുന്നു. അവൾ താഴെ ഇരുന്നിട്ട് അവൾ കത്തിരിക്ക വിൽക്കുകയായിരുന്നു. ആദ്യം ഗ്രാമത്തിൽ ഒരാൾ കണ്ടിരുന്നു. പിന്നെ ഒരു രണ്ടാമത്തെ ഒരാൾ വന്നു. ഇതേപോലെ തന്നെ കുറെ ആൾക്കാർ അവളെ ചുറ്റി കൂടി വന്നു. പിന്നെ അവളടുത്ത് ചോദിച്ചു, ചേച്ചി, ഇത്രയും വലിയ പുഴൽക്കാറ്റ് വന്നിട്ട് ഇതെല്ലാം നഷ്ടമായതല്ലേ? അടുത്തുള്ള ഗ്രാമത്തിലുള്ള പയറുകളും നാശമായി. പക്ഷെ നിങ്ങൾക്ക് മാത്രം എങ്ങനെയാണ് ഈ കത്തിരിക്കൊക്കെ കിട്ടിയത്? ആ ദൈവം നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നെ അയച്ചതെന്ന് നിങ്ങൾ കരുതിക്കോളൂ. ഇപ്പോൾ ആർക്കൊക്കെയാണോ ആവശ്യം അവരൊക്കെ കത്തിരിക്ക വാങ്ങിച്ചോളൂ. അത് കേട്ട ഉടനെ എല്ലാവരും വളരെ സന്തോഷപ്പെട്ടു. അതിനുശേഷം എല്ലാവരും ചേർന്ന് അവളുടെ അടുത്ത് കത്തിരിക്ക വാങ്ങാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് സേട്ടുടെ 2 ആൾക്കാർ അങ്ങോട്ട് പോവുകയായിരുന്നു. അപ്പോൾ അവർക്കും ഇത് അറിഞ്ഞായിരുന്നു, ഈ പെണ്ണുങ്ങളുടെ അടുത്തുനിന്ന് ഒന്നും വാങ്ങാൻ പാടില്ല. അത് കേട്ട ഉടനെ എല്ലാവരും പേടിച്ചു പോയി. പക്ഷെ എന്തിന്? കുറെ ദൂരമുള്ള ഗ്രാമത്തിലും പയറുകളില്ല. പിന്നെ ഇവിടെ അടുത്ത് മാത്രം എങ്ങനെ കത്തിരിക്ക വന്നത്? എനിക്ക് തോന്നുന്നു വേറെ ഏതോ ഗ്രാമത്തിൽ വന്നിട്ട് ഇവര് നമുക്ക് നഷ്ടം ഏർപ്പെടാൻ വേണ്ടി ചെയ്യുകയാണ് ഇതൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ ഗ്രാമത്തിലെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതാ. നീ ഒന്നും മിണ്ടാൻ പാടില്ല. ഇവളുടെ എല്ലാ കത്തിരിക്കായും എടുക്കൂ, ജീപ്പിൽ വെക്കൂ, വേഗമാവട്ടെ. ആദ്യം സേട്ജിന്റെ അടുത്ത് ഇവളെ കൊണ്ടുപോയിട്ട് ഇവളെ പരിശോധിക്കണം. പിന്നെ ഇവളെ കൊണ്ട് ഒരു പ്രശ്നം ഇല്ലെന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊക്കെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാം. ഗ്രാമത്തിലെ ജനങ്ങൾ അവർ തടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് നടക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഈ കത്രികയൊക്കെ കെട്ടിവെച്ചിട്ട് അവർ ജീപ്പ് എടുത്തിട്ടും പോയി. അതിനുശേഷം ആ കത്രിക എടുത്തിട്ട് സേട്ജിനടുത്ത് വെച്ച് എല്ലാ നടന്ന കാര്യങ്ങളും പറഞ്ഞു. നിങ്ങളൊക്കെ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ ഈ പെണ്ണ് ഗ്രാമജനങ്ങളെല്ലാവർക്കും ഈ പച്ചക്കറികൾ കൊടുത്താൽ ഗ്രാമത്തിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ഒരു വഴി എൻ്റെ കയ്യിൽ നിന്ന് നഴുവി പോയേനെ. എല്ലാം എവിടെ കൊണ്ടാ വന്നത്? ഇപ്പോൾ ഈ കത്രിക കൊണ്ട് എന്താ ചെയ്യേണ്ട മുതലാളി? എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗ്രാമത്തിലെ ജനങ്ങളടുത്ത് ഈ കത്രികയൊക്കെ വിഷം നിറഞ്ഞ കത്രിക പറയണം. പിന്നെ ഈ കത്രികയൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി ഉപയോഗിച്ച് വെക്കണം. മനസ്സിലായോ? അത് മാത്രമല്ലാതെ നമ്മുടെ വീട്ടിൽ പച്ചക്കറി സ്റ്റോക്കും ഇല്ല.
അന്ന് എല്ലാവർക്കും വേണ്ടി കത്തിരിക്ക കൂട്ടാനാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം ഡിന്നറിന് വേണ്ടി എല്ലാവരും ഡൈനിങ് ടേബിളിൽ എത്തിക്കഴിഞ്ഞു. കഴിക്കാനും തുടങ്ങി. സേട്ട്, പിന്നെ സേട്ടിയുടെ ഭാര്യ, പിന്നെ സേട്ടിന്റെ മകൻ രഘുവീർ എല്ലാവരും ഡിന്നർ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് രഘുവീർ തന്റെ മുറിയിൽ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് അവന് വയറ് വേദനിക്കാനും തുടങ്ങി. അവൻ പെട്ടെന്ന് ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. അവന് വയറുവേദനയും തുടങ്ങി. അവൻ കതവ് തുറക്കാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്ന് അവന്റെ മുമ്പ് എത്തി അതേ ആ കത്തിരിക്ക വെക്കുന്ന പെണ്ണ് എത്തിയത്. പിന്നെ അവൾ ഒച്ചയോടെ ശബ്ദത്തോടെ ചിരിക്കാൻ തുടങ്ങി. ആരാണ് നീ? അത് കേട്ടപ്പോ തന്നെ അവളുടെ നിറം മാറി ഒരു പച്ച കളറിലായിരുന്നു. അവളുടെ 2 പല്ലും പുറത്ത് വന്ന് കൂർമയിലായിരുന്നു നിന്നത്. പിന്നെ കണ്ണുങ്ങളൊക്കെ ചോന്നിട്ട് മിന്നാനും തുടങ്ങി. ആ പ്രേതം അവന്റെ മേലെ ചാടി അവന്റെ ചോരയൊക്കെ കുടിക്കാനും തുടങ്ങി. അവളുടെ കൂർമയായി പല്ല് വെച്ചുകൊണ്ടാണ്. കുറച്ചു നേരത്തിൽ തന്നെ അവന്റെ ശരീരം മുഴുവനും നീല കളറായിട്ട് മാറാനും തുടങ്ങി. പിന്നെ അവന്റെ ജീവൻ അവിടെ തന്നെ അവൻ വിട്ടു. അപ്പോഴാണ് സേട്ടിന്റെ വയറും വേദനിക്കാൻ തുടങ്ങിയത്. ഉറക്കം വരാതെ അദ്ദേഹം എണീക്കാനും തുടങ്ങി. അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട ഉടനെ സേട്ടിന്റെ ഭാര്യ എണീച്ചു. നിങ്ങൾക്ക് എന്തു പറ്റി? എന്തിനാ നിങ്ങൾ ഇങ്ങനെ നിലവിളിക്കുന്നത്? എന്റെ വയറ്. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ബെഡിൽ നിന്ന് എണീക്കാൻ ശ്രമിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ആ ബെഡിന്റെ വിളക്കൊക്കെ അണയാൻ തുടങ്ങി. അപ്പോഴവർക്ക് ഇരുട്ടിൽ കണ്ടത് അതേ പ്രേതം തന്നെ അവിടെയും പ്രത്യക്ഷപ്പെട്ടു. അവർ കണ്ട് പേടിച്ചു പോയി. അവർക്ക് ശ്വാസം വിടാതെ പോലെ നിന്നു. നിനക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ? ഇല്ലെങ്കിൽ ഓർമ്മ വരുത്തട്ടെ ഞാൻ. ആരാണ് നീ? എന്താ 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 ഇവൻ പറയുന്നത്? ചില മാസം മുമ്പ് ഞാൻ കുടിച്ചുകൊണ്ട് വണ്ടി എടുത്തിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് രാത്രി മാർക്കറ്റൊക്കെ മൂടിക്കഴിയായിരുന്നു. ഇവിടെ ആ നേരത്തിലും കത്തിരിക്ക വിൽക്കുകയായിരുന്നു. എന്നെ കൊണ്ട് ജീപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്നെ കൊണ്ട് അറിയാതെ തന്നെ ഞാൻ ആക്സിഡന്റ് ചെയ്തു പോയി. ഞാൻ ജീപ്പിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ അവൾ മരിച്ചു കിടക്കുകയായിരുന്നു. അപ്പൊ എന്നെ തന്നെ ഞാൻ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് വേറെ വഴി അറിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ആൾക്കാർക്ക് വിളിച്ചിട്ട് ഇവളെ ഞാൻ പൊതച്ചു വെച്ചു. അത് കേട്ട ഉടനെ സേട്ടിന്റെ ഭാര്യ പ്രേതത്തിനടുത്ത് പറഞ്ഞു, നിന്നോട് ചെയ്തത് വലിയ ചതിയാണ്. ഞാൻ തന്നെ അദ്ദേഹത്തെ പോലീസിൽ ഏൽപ്പിക്കാം. പക്ഷേ ഇദ്ദേഹത്തെ ഇപ്പോൾ വിട്ടേക്ക്. ഞാൻ നിനക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ വന്നത്. നിന്റെ മൊത്ത കുടുംബവും സ്വാർത്ഥരായി തങ്ങളെ കുറിച്ച് മാത്രം ആലോചിക്കുന്നു. ഗ്രാമത്തിലെ ജനങ്ങളുടെ നല്ലതിനു വേണ്ടി നിങ്ങളൊക്കെ ഒട്ടും തന്നെ ആലോചിക്കുന്നില്ല. നിനക്ക് അത്യാഗ്രഹമാണ് തലവരാകണമെന്ന്. ഇങ്ങനെ പറഞ്ഞ ഉടനെ സേട്ടിന്റെ കഴുത്തും പിടിച്ചിട്ട് അവൾ ഒരൊറ്റ കുത്തും വെച്ച് പുറം വശത്തിൽ നഖം കൊണ്ട് മുറിച്ച് അവളുടെ കൈ എടുത്തു. പിന്നെ വളരെ ശബ്ദത്തോടെ തന്നെ സേട്ടിന്റെ ഭാര്യയെയും പിടിച്ച് അവൾ ചോര കുടിക്കാൻ തുടങ്ങി. അവർ 2 പേരും മരിച്ചതിന് ശേഷം അവൾ വല്ലാതെ ചിരിക്കാനും തുടങ്ങി. ഞാൻ പ്രതികാരം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് അവൾ മറഞ്ഞുപോയി. സേട്ടൻ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ആ പ്രേതം വീണ്ടും ആ രൂപത്തിൽ വന്നിട്ട് അവൾ കത്തിരിക്ക വെക്കുകയായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങളുടെ സ്ഥിതി മാറുന്നവരെ അവൾ വീണ്ടും കത്തിരിക്ക വിൽക്കുകയായിരുന്നു. ഒരു ദിവസം ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ സ്ഥിതി മാറിയതിനു ശേഷം അവൾ അവരുടെ കണ്ണിൽ പെട്ടിട്ടേയില്ല. ഇന്നും അവരുടെ ഗ്രാമത്തെ വീട്ടിൽ ആർക്കെങ്കിലും സാധനം ഇല്ലെങ്കിൽ, പിന്നെ കഴിക്കാനും ഒരു ഭക്ഷണം ഇല്ലെങ്കിൽ, പിന്നെ രാത്രിയോട് രാത്രി തന്നെ ആ പ്രേതം അവരുടെ വീട്ടിൽ കത്തിരിക്ക വെച്ച് തരും. ഗ്രാമത്തിലെ ജനങ്ങൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഇപ്പോഴും ആ കത്തിരിക്ക വിൽക്കുന്ന പ്രേതം നല്ലതിനു വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു.